ഇവിടെ ഈ രാത്രിയിൽ ഇതെങ്ങോട്ടാ? മോള് പേടിക്കണ്ട കേട്ടോ. ആന്റി ഇവിടെ ഉള്ളപ്പോ മോളുടെ ദേഹത്ത് ഒരു തരി പൂഴി പോലും വീഴ്ത്തില്ലാരും. താങ്ക്സ് ആന്റി. മോള് കിടന്നു. ഒരു മണ്ടി ആയതുകൊണ്ട് എന്റെ കാര്യങ്ങൾ കുറെ കൂടെ സ്മൂത്തായി. ഏതായാലും ശാലിനിയിലേക്ക് തൽക്കാലം ഒരു വഴി വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വഴി വേണം പിടിച്ച് മുന്നോട്ട് കയറാൻ. വിശദീകരണമൊന്നും വേണ്ട. സുസ്മിതയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ.
ഭാമേ, ഇങ്ങനെ അപ്സെറ്റ് ആക്കാൻ മാത്രം എന്ത് കുറ്റമാ ശാലിനി ചെയ്തത്? ഒരു വീടിനെ സുഗന്ധം കൊണ്ടും സംഗീതം കൊണ്ടും നിറയ്ക്കുന്നത് ഒരു കുറ്റമാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. സംഗീതോ? എന്ത് പാട്ടായത്? കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാളരാഗം. ഓ, സഹിക്കാൻ വയ്യ. അത് നിനക്ക്. ഈ പാട്ട് ആസ്വദിക്കണമെങ്കിൽ അതിലൽപ്പം അവഗാഹം വേണം. ഇത് സാവേരി രാഗമാണ്, മായാമാളവ ഗൗളയുടെ ജന്യരാഗം. അനുകമ്പയാണ് ഈ രാഗത്തിന്റെ സ്വഭാവം. ഒരു ദിവസത്തിന്റെ ആദ്യ യാമങ്ങളിൽ ആലപിക്കേണ്ട രാഗങ്ങളിൽ ഒന്ന്. സ്വാതി തിരുനാൾ രചിച്ച് സുബ്ബലക്ഷ്മിയമ്മാൾ പാടിയ ഈ കീർത്തനം കേൾക്കാത്ത മലയാളികൾ ഇല്ലാന്ന് തന്നെയാണ് പറയാൻ. പറഞ്ഞിട്ട് എന്ത് കാര്യം? പോത്തിനെന്തേത്തവാഴ അല്ലേ? എന്ന് പറഞ്ഞ അങ്കിൾ എന്താ ഉദ്ദേശിച്ച? പൊതുവേ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. അധികം ശബ്ദമുയർത്താതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കൂ സുസ്മിതേ. വിഷം ശ്വസിച്ച് വോക്കൽ കോഡ് ഇനിയും തകരാറിലാക്കണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. മോളെ മോളെ മോൾക്ക് ഇഷ്ടമുള്ളപ്പോ പാടിക്കോ. ഇന്നലെ മുതല് നീ ഇവിടുത്തെ മരുമകളാ. മരുമകളെന്ന് പറഞ്ഞാ ഒരു വീടിന്റെ നിലവിളക്കാ. അത് തെളിഞ്ഞ് കത്തണം. മനസ്സിലായോ? ഇതിനെ ഒരു മഹാസംഭവമായി അമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പാവങ്ങളെ സഹായിക്കണമെന്ന പക്ഷക്കാരി അമ്മേ. വെറുതെ അമ്മയുടെ മനസ്സിൽ കൂടി സുസ്മിതയോട് വെറുപ്പുണ്ടാക്കണ്ടെന്ന് ചുരുക്കം. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പണ്ട് മുതലേ ആ ചായക്കടക്കാരിയുടെ മകളുടെ പക്ഷത്തല്ലേ നിങ്ങൾ? അട്ടയ്ക്ക് പൊട്ടക്കുളമേ ചേരൂ. ഞാനതങ്ങ് മറന്നു. സോറി, പഴഞ്ചൊല്ലു മാറിപ്പോയി സുസ്മിതേ. ഞാനത് പറയുന്നില്ല. ഏതായാലും ഈ വീട്ടിൽ ശാലിനിയുടെ പക്ഷത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് സത്യം അവളുടെ പക്ഷത്തായതുകൊണ്ട് മാത്രം. ഇവിടെ അസത്യവും അധർമ്മവും ഒരാളെ ചെയ്യുന്നുള്ളൂ. അത് നീയാ, നീ മാത്രം. കാരണം നീ ഒരു തെറ്റാ സുസ്മിതേ, വലിയൊരു തെറ്റ്. ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് നീ അങ്ങ് പൊയ്ക്കോ. പക്ഷേ ഒരു ഉറക്കം കൊണ്ട് മാത്രം നേരം വെളുക്കാൻ പോകുന്നില്ല പ്രീതി. നിങ്ങളെല്ലാം ശാലിനിയുടെ പക്ഷത്താണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് സുസ്മിത ഇനി ചെയ്യാൻ പോകുന്നത് അസത്യവും അധർമ്മവും തന്നെയാ. അതൊക്കെ നീയും അവളും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാണാം നമുക്ക്. ഞങ്ങള് കുറച്ചുപേരുടെ ജീവനും ജീവിതവും ഒക്കെ ഇത്രയും കാലം നിർത്തിയത് ആ ഹോട്ടല് മാത്രമാ സുസ്മിത. ദയവേത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. അതാണ് എല്ലാവർക്കും നല്ലത്. അല്ല, വിശേഷം എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ ശാരദാമ്മേ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കാത്തത്? അല്ല, നാട്ടു നടപ്പനുസരിച്ച് അടുക്കള കാണലെന്നൊരു ചടങ്ങുണ്ടല്ലോ സാറേ, അതിനുവേണ്ടി വന്നതാ. കുറച്ച് മധുരം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും. ശാരദാമ്മേ, ഒരു മാപ്പ് പറച്ചിലിനുള്ള സ്ഥലവും സന്ദർഭവും അല്ലിത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. ആ വാക്ക് തന്നെയാ സത്യഭാമയ്ക്ക് സത്യവും. നിങ്ങളോ നിങ്ങളുടെ മകളോ കരഞ്ഞു കാലു പിടിച്ച് കെഞ്ചിയാലും
സത്യഭാമയുടെ പേരിനുണ്ടായ കളങ്കത്തിന് പകരമാവില്ല. മാത്രല്ല, പിൻവാതിൽ വഴി നുഴഞ്ഞു കയറി വന്നവളെ മരുമകളായി അംഗീകരിക്കാൻ ഈ സത്യഭാമയ്ക്ക് കഴിയില്ല. പിന്നെ ഈ ചടങ്ങിന് നിന്ന് പലഹാരങ്ങൾ വാങ്ങിച്ചത് അത് വെറും നാട്ടുനടപ്പ്. അതുകൊണ്ട് മാത്രം അത് കഴിഞ്ഞു. ശാരദാമ്മേ, സോറി, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. നടന്ന ഈ വിവാഹം ഭാമയ്ക്ക് പെട്ടെന്ന് ഷോക്ക് കൊടുത്തതാ. അത്ര പെട്ടെന്നൊന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്ത് കടക്കാനാവില്ല അവൾക്ക്. പക്ഷെ പുറമേക്ക് പരുക്കനായി കാണുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പരമസാധുവാണ് ഭാമ. നമ്മൾ അല്പനാൾ കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാവും. അത് വിട്ട് കളഞ്ഞേക്ക്. ശാലിനി, നീ ഇവർക്ക് നിന്റെ മുറി എന്ന് കാണിച്ചു കൊടുക്ക. അവർക്ക് എന്തെങ്കിലുമൊക്കെ നിന്നോട് സംസാരിക്കണ്ടേ? ആ പ്രീതി, ഉച്ചയ്ക്ക് വിഭവങ്ങൾ ഒരുപാട് ഒരുക്കണം. ദേ, നമ്മുടെ ബന്ധുക്കൾ വന്നിരിക്കുക. കൂടുതൽ വിഭവങ്ങളോ? നല്ലൊരു ഒന്നാം തരം സദ്യ തന്നെ കൊടുത്തിട്ടേ വിടുന്നുള്ളൂ ഇവരെ വിടുന്ന്. എല്ലാം റെഡി. വാമേ, നമുക്ക് മുകളിലേക്ക് പോവാം. വാ വാ, നമുക്ക് റൂം കാണണ്ടേ? ക്ഷമ വാ. ഏട്ടാ, ശാലിനി ബോധം കെട്ട് വീണു. ബോധം കിട്ട് വീഴാനോ? അതെ, വന്ന് നോക്ക്. ശാരദാമ്മയും ശ്യാമയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. വന്നേ. എന്താ എന്താ പറ്റി? ശാലിനി, എടോ ശാലിനി, ശാലിനി കണ്ണൂർക്ക്. ശാലിനി, ശാലിനി, വെള്ളം. ഇവക്കെന്തോ മഹാരോഗമെന്ന് വിചാരിച്ചപ്പോ ഇതൊന്നും ഇല്ലെന്ന് തോന്നല്ലോ. ശാലിനി, ശാലിനി, എന്താ പറ്റിയേ? മുഖം നന്നായിട്ട് വളറിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. നിക്കവിടെ. നിനക്ക് നല്ല ക്ഷീണവും തളർച്ചയുണ്ടല്ലോ. നീ എന്താ ഉപവാസത്തിലോ മറ്റോ ആയിരുന്നോ? അതെ, 1-2 ദിവസമായി ഒന്നും കഴിച്ചതിന്റെ ഒരു സൂചന പോലും ഇല്ലല്ലോ നിന്റെ മുഖത്ത്. വെള്ളം പോലും കുടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ ഈശ്വര, സുസ്മിതയ്ക്ക് പൂർണ്ണ സുഖം വരാൻ ഉപവാസത്തിലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ശാലിനി നിന്റെ മരുമകൾ അല്ലാതാകുമോ ഭാമേ? അവളുടെ കഴുത്തിൽ വിഷ്ണു കെട്ടിക്കൊടുത്ത താലി ഇപ്പോഴും കിടപ്പുണ്ട്. അത് മറക്കരുത് നീ. ആന്റി, അതെ, അങ്കിൾ ഈ പുരാണവും ഭാഗവതവും ഒക്കെ മാത്രം വായിക്കുന്നത് കൊണ്ടാ ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത്. സ്ത്രീ എന്ന് പറഞ്ഞ ദേവിയാണെന്നും ദേവതയാണെന്നും ഒക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ആ ശാലിനിയെ ശാരദയും അങ്ങനെയാണ് അങ്കിൾ കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഇവിടെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഒരുപാട് പേര്. തീർച്ചയായും ഉണ്ട്.
സുമംഗലിയായ സീതാദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ശ്രീരാമചന്ദ്രനെ വശീകരിക്കാൻ ശ്രമിച്ച ശൂർപ്പണഖയുടെ കഥയും പുരാണത്തിൽ പറയുന്നുണ്ട്. രാമായണം വായിക്കാത്തോണ്ട് നിനക്കത് അറിയാത്തതാ. തൽക്കാലം നീ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്കൊരു 5 മിനിറ്റ് താ. ഈ പ്രായത്തിലുണ്ട് പ്രൈവസിയൊക്കെ. മോനെ, ഇതാ കൊടുക്കാനുള്ളത്. ആ. ഇത് അമ്മയുടെ സമ്മാനമാണെന്ന് പ്രത്യേകം പറഞ്ഞു വേണം കൊടുക്കാൻ. ഇതാ. ശരിയാ. എന്നാ പിന്നെ അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ശരി. എങ്ങനെയുണ്ടമ്മേ? ശാലിനി ഇവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ആ, സുഖം തന്നെ മോളെ. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവളെ അവിടെ ചെന്ന് എല്ലാം കുളമാക്കിയത്. അയ്യോ, എന്തു പറ്റി? രാജീവ് സാറിന്റെ അമ്മ നിങ്ങളുടെ വിവാഹത്തിന് സ്വർണം ചോദിച്ച കാര്യം ഇവള് ശാലിനിയോട് പറഞ്ഞു. ശാലിനി അപ്പൊ തന്നെ തലകറങ്ങി വീഴുകയും ചെയ്തു. അയ്യോ, അത് കേട്ടിട്ടോ? അത് കേട്ടിട്ടൊന്നുമല്ല. കുഞ്ഞേച്ചി ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാ തലറക്കം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിലും കാര്യങ്ങൾ കൂട്ടിക്കെട്ടാൻ അമ്മയ്ക്ക് നല്ല മിടുക്ക. ഞാൻ കൂട്ടിക്കെട്ടിയതാണോടി? ഇക്കാര്യത്തെ കുറിച്ച് അവളുടെ മുന്നിൽ വാ തുറക്കരുതെന്ന് ഞാൻ വിലക്കിയിരുന്നതല്ലേ. എന്നിട്ട് മുഴുവനും അങ്ങ് വിസ്തരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിന് കുഞ്ഞേച്ചി അറിഞ്ഞാൽ എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊരമ്മയാവുമ്പോ നിനക്ക് മനസ്സിലാവും. അത് അമ്മ കൊടുത്തുവിട്ട സാരിയായിരുന്നു. അതെ. അബദ്ധം പറ്റിയല്ലോ. എന്താടി? ഒന്നുമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. അയാള് വെറുതെ വഴക്ക് പറഞ്ഞു. ആ, കുഴപ്പമില്ല. ചെയ്തു കൂട്ടിയതൊക്കെ ആലോചിച്ച് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തോട്ടെ. എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിനെ ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ തിടുക്കപ്പെട്ട് നിൽക്കുക ശാരദ. പക്ഷേ എനിക്ക് എന്റെ സ്വർണം തിരിച്ചു വേണ്ടേ? ഒരാവശ്യത്തിന് കൊടുത്താ ഞാനത് തിരിച്ചു വാങ്ങിക്കും. അതല്ലേ അതിന്റെ ഒരു ന്യായം. രാജേശ്വരിയുടെ സ്വർണം പിന്നെ അന്ന് ശാരികയുടെ ദേഹത്ത് ഇട്ട് കാണിച്ചതേ ആരുടെ സ്വർണമാണെന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്റെ സ്വർണം തന്നെ. അന്ന് ആ സ്വർണം ഞാൻ തിരിച്ചു വാങ്ങി പോവുകയും ചെയ്തു. ചേടാ, അങ്ങനെയാണെങ്കിൽ വലിയ ചതിയാണല്ലോ നടന്നത്. വെറും ചതിയല്ല, ചതികളുടെ തുടക്കം മാത്രം. അതെ, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പലതും മറച്ചു വെച്ച ശാരദ ഈ കല്യാണം നടത്തുന്നത്. നിങ്ങളിപ്പോ ഈ കല്യാണത്തിൽ നിന്ന് തല ഊരിയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ ജീവിതം നശിച്ചു. അത്ര തന്നെ. ആ നാശം ഞാനങ്ങ് സഹിക്കുവാണെങ്കിലോ? ഇറങ്ങി വീട്ടിൽ നിന്ന്. രാജീവേ, ഞാൻ നിങ്ങളോടല്ലേ ഞാൻ ഇറങ്ങാൻ പറഞ്ഞത്? മോനെ രാജീവേ, അത് പിന്നെ അമ്മ അമ്മാവന്റെ ഒരു അക്ഷരം വേണ്ടി പോരുത്. Get out. ഇറങ്ങി പോവാൻ. ദേ, എന്റെ രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതുവരെ ഞാൻ അറിയാതെ പല വൃത്തികെട്ട കളികളും കളിച്ചിട്ടുണ്ട് അമ്മ അമ്മാവന്. പക്ഷേ അമ്മയുടെ ഒരാളുടെ വാക്ക് വിശ്വസിച്ച സിവിൽ സർവീസ് മോഹം പോലും ഉപേക്ഷിച്ച് ശാലിനി ഒരു വിവാഹത്തിന് തയ്യാറായത്. അതിന് പോലും ഒരു വാല്യൂ കൊടുക്കാതെ പിന്നെ ആ വിഷജന്തു രാജേശ്വരി പറയുന്നത് പോലെ ശാരീരികമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് എന്നെ പിന്മാറ്റാന്ന് എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ ഒന്നോർത്തോ, ഇനിയും മറ്റൊരു പെണ്ണിന്റെ കഴുതി താലി കെട്ടാൻ ഈ രാജീവ് ഉണ്ടാവത്തില്ല നിങ്ങളുടെ കൂടെ. എന്റെ ശവം നിങ്ങളുടെ മുന്നിൽ കിടക്കും, അനാഥമായിട്ട്. അനാഥ ശവം. ഓർത്തു വെച്ചോ.
ദോഷപരിഹാര പൂജയ്ക്ക് ശാരദയും മക്കളെയും ക്ഷണിക്കുന്നതിനെ പറ്റി എനിക്കത്ര വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. രാഘവേട്ടൻ പറഞ്ഞതുകൊണ്ട് വിസമ്മതം കാണിച്ചില്ലെന്ന് മാത്രം. പോട്ടെന്നേ, നമ്മൾ ഏതായാലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കുന്നതല്ലേ ഭാമേ. ആ കൂട്ടത്തിൽ അവരോടി വന്നോട്ടെന്നേ. പോരെങ്കിൽ ശാലിനി ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. മകന്റെ ഭാര്യ വീട്ടുകാർ എവിടെയെന്ന് വിരുന്നുകാരെങ്കിലും ചോദിച്ചാ നമ്മൾ എന്ത് പറയും? അതുകൊണ്ട് അകം വേവുന്നത് പുറത്തൊന്നും അറിയണ്ട, അത്ര തന്നെ. അകം വേവുന്നതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞു രാഘവേട്ട. ആഹാ, സത്യഭാമയുടെ മരുമകളായി കഴിഞ്ഞപ്പോ അമൃതത്തിന് നീരാട്ടിനൊക്കെ തോഴിമാര് നേരിട്ട് ചെന്ന് ക്ഷണിക്കണമെന്നായി. പ്രീതി, ഡിന്നറിന് നീ എന്നെ റൂമിൽ വന്ന് വിളിക്കണേ, എന്നാലേ ഞാൻ വരൂ. സുസ്മിതേ പ്ലീസ്, നാവിന് എല്ലില്ലാന്ന് കരുതി എന്തും പറഞ്ഞു കളയാന്ന് കരുതരുത്. ഒരു വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കുന്നതാ നല്ലത്. ഇങ്ങനെയാണെങ്കിലേ നിന്നെ ഒഴിവാക്കാനാ എനിക്കും ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ മോന്റെ തലയിലായി പോയില്ല നീ. അമ്മേ, എന്താ നിനക്കിത്ര കൊള്ളാൻ? എത്ര നേരമായി ഇവിടെ ആഹാരം വിളമ്പി വെച്ചിട്ടെന്ന് നീ കണ്ടതല്ലേ? ഇന്നലെ വരെ നാട്ടുകാർക്ക് ആഹാരം വിളമ്പിക്കൊടുത്ത പെണ്ണ് ഇന്ന് ഇവിടെ വിളമ്പി വെച്ചിട്ട് വിളിക്കുമ്പോ ഇങ്ങനെ ധിക്കാരം കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മുൻവാതിൽ കിടന്ന് തലയുയർത്തിപ്പിടിച്ച് വരുന്നവൾക്കും അടുക്കള വാതിലൂടെ നൂഴ്ന്ന് കയറി വരുന്നവൾക്കും ഒരേ സ്വഭാവം ആയിരിക്കില്ലെന്ന് നിനക്കറിയില്ലല്ലോ. പുളിങ്കൊമ്പിൽ തന്നെ പിടിക്കുമ്പോ അതിൽ പുളി ഉറുമ്പുണ്ടോന്ന് നോക്കണോന്ന് പഠിപ്പിച്ചില്ലേ നിന്റെ അമ്മ? എന്റെ അമ്മയെ ഇതിലേക്ക് വലിച്ചഴക്കരുതെന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിർത്തടി. ഒരു വെറും ചായക്കടക്കാരി വന്നിട്ട് എന്റെ ഇവളുടെ മുന്നിൽ നിന്ന് ഷട്ടപ്പ് പറയുന്നോ? IAS-നൊന്നും ശ്രമിച്ചില്ലെങ്കിലും നിന്നെ പോലെ തന്നെ വിദ്യാഭ്യാസമുള്ള പെണ്ണ ഈ സുസ്മിതേ. അതുകൊണ്ടേ കൂടുതൽ നിഗളിക്കാതെ വല്ലതും കഴിച്ചിട്ട് പോവാൻ നോക്ക്. സുസ്മിത വാ, നമുക്കേ പിന്നീട് വന്ന് കഴിക്കാം. ഇവളിവനും പോയിട്ട് മതി. വാ മോളെ വാ. സത്യം ഈ കാണിക്കുന്നത് വളരെ മോശമാ. ഞാൻ വേണമെങ്കിൽ തിരികെ പൊയ്ക്കോളാം. നിങ്ങളിരുന്ന് ആഹാരം കഴിക്കേ. വഴിന്ന് മാറ്. പറ്റില്ല. ആഹാരത്തിന് മുന്നിൽ വെച്ച് സത്യാമ്മയെ കാണിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ. ഓഹോ, എന്നാൽ എന്താ അപമാനം ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാടി ഇവിടെ. അവക്ക് വേണ്ടതങ്ങ് കൊടുത്തേക്കാൻഡി. ഭാമാൻഡി ആരാണെന്ന് അവള് മനസ്സിലാക്കട്ടെ. എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് പാടി. എവിടാന്ന് വെച്ചാ പൊയ്ക്കോണം. നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. പോകാൻ. ഇവളാള് വിളഞ്ഞ വിത്ത. ഭയങ്കര കട്ടിയുള്ള പശയായി. അതാണ് ഇളവൻ പാട്. വേണ്ട. എങ്ങോട്ട് നോക്കിയേ. എങ്ങനെയുണ്ട് സാറേ? ഓക്കെ ഓക്കെ, നന്നായിട്ടില്ലേ? പരസ്പരം കൊക്കൊരുമി നിൽക്കുന്ന രണ്ടിണ കുരുവികളെ പോലില്ലേ? ഇപ്പോഴത്തെ സേവതരേറ്റ എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നാണ്? ചെളിയിലും വെള്ളത്തിലും മഞ്ഞിലും മരത്തിലും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് തുണി കൊണ്ടുപോകുന്ന പോലും സംശയമാണ്.
സത്യം പറഞ്ഞ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, സാറ് ഈ കൊച്ചിന്റെ ഇളയതിനെ ഒന്ന് മാറ്റി ഇരുത്തിയിട്ട് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സാർ എന്തുമാത്രം പാടുപെട്ടെന്ന്. കൂട്ടത്തിൽ കാട്ടു തേനീച്ചേര കുത്തു വേറെ. ഈ ഫോട്ടോ അതിന്റെയൊക്കെ സ്മാരകമായിട്ട് പിന്നീട് ഞാൻ എടുത്തതാ. നല്ല ഭംഗിയായിട്ട് ചില്ലിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടതിന് ആരുമായിട്ട് വല്ലതും നന്നായി എനിക്കങ്ങ് പോവായിരുന്നു. അയ്യോ, ഞാനതൊക്കെ മറന്ന്. ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സത്യാമ്മയാണെന്ന് സാറ് തന്നെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാ സത്യാമ്മേനെ വന്നാ മതി. അതാവുമ്പോ ഇത്തിരി കനപ്പെട്ടത് തന്നെ കിട്ടുമല്ലോ. ഇതാ ഫോട്ടോ പിടിച്ചാട്ടെ. കനപ്പെട്ടത് തന്നെ വേണം ഇയാൾക്ക് അല്ലേ? അങ്ങനെ കിട്ടിയ സന്തോഷമായിരുന്നു. സോറി സാർ. ശാലിനി, എടോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഇതൊന്നും. അന്ന് റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോയപ്പോ നമ്മളൊന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. താൻ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്ന കാണാനുള്ളൊരു കൊതി കൊണ്ടാ. ഫോട്ടോ എടുത്ത് കണ്ടപ്പോ നമ്മൾ ഒരുമിച്ച് തോർത്ത് ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പൊ തന്നെ അതൊന്ന് ഫ്രെയിം ചെയ്തു തരാൻ അയാളോട് പറഞ്ഞു എന്നുള്ളത് സത്യമാ. പക്ഷെ ഈ സാഹചര്യത്തിൽ ഈ രീതിയിൽ അയാൾ ഇത് ഇവിടെ കൊണ്ടുതരുമെന്ന് കരുതിയില്ല ഞാൻ. എടോ, ഇയാളെ എല്ലാരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്നാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ആരെങ്കിലും തന്നെ വഴക്ക് പറയുന്നത് എന്നെ തന്നെ വഴക്ക് പറയുന്നതിന് തുല്യം തന്നെയാ. ഇയാളെ നീരസത്തോടെ ആരെങ്കിലും നോക്കിയാൽ പോലും മനസ്സിലൊരു മുള്ളാണി തെറിച്ച് കയറുന്നത് പോലെ എനിക്ക്. എടോ, ഇനിയെങ്കിലും ആ സത്യം ഒന്ന് മനസ്സിലാക്ക്. നോക്ക്, ഇയാൾക്ക് മുന്നിൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞാനിവിടെ. എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഇതൊക്കെ തന്നോട് പറയണമെന്ന് തോന്നി, പറഞ്ഞു. അത്ര തന്നെ. ആ പ്ലേറ്റിംഗ് എടുക്ക്. സാരല്ല, ഞാൻ കഴിച്ചോളാം. താൻ കഴിച്ചു. അത് ഞാൻ കണ്ടു. ഇനി തരാനാ പറഞ്ഞേ. അല്ല, കഴിക്ക്. അല്ല, താൻ കഴിക്കാനാ പറഞ്ഞത്. താങ്ക്സ്.
ജീവൻ നിലനിർത്തുന്നതേ ആഹാരമാ. അത് കഴിക്കാൻ ആര് ബുദ്ധിമുട്ടുന്നത് കണ്ടാലും സഹായിക്കണമെന്നാ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ആന്റി വിലക്കിയിട്ടും മക്കള് വാക്ക് തന്നിട്ടും എന്താ പ്രയോജനം? എന്നെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് വിഷ്ണുവേട്ടൻ ആന്റിക്ക് വാക്ക് തന്നിരുന്നല്ലേ? എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ആന്റിയുടെ വാക്ക് നാട്ടുകാരനുസരിച്ചെന്നിരിക്കും, പക്ഷെ മക്കള് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ കേസ് ആന്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളോട് സംസാരിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ കോള് സിമ്പിൾ ആയിട്ട് ബ്ലോക്ക് ചെയ്താ പോരെ? പ്രീതി അത് ചെയ്യാത്തത് മനഃപൂർവ്വമാ. ഇവിടെ ഈ വീട്ടിൽ ആന്റി അറിയാതെ വിഷ്ണുവും ശാലിനിയായിട്ടുള്ള പ്രണയം തിളച്ചു മറിഞ്ഞു. അതുപോലെ മറ്റൊരു പ്രേമം കൂടി ഇവിടെ കൊടുമ്പിരി കൊള്ളുന്നുണ്ടോന്ന് സംശയിച്ചേ പറ്റൂ. ഈശ്വര, അർജുനേട്ടനാണല്ലോ. ഇവനെന്താ മോളെ ഇപ്പൊ ഇങ്ങോട്ട്? അറിയില്ലച്ച, അമ്മ എങ്ങനെ ഇപ്പൊ വന്ന ആകെ പ്രശ്നമാവും. അർജുനേട്ടാ, പ്രീതി ഇറങ്ങ്. നിനക്കെടുക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുക്കാം. ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുപോവാനോ? അർജുനേട്ടൻ എന്താ ഈ പറയുന്നേ? പറഞ്ഞത് മലയാളം. നീ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരുന്നു. ഞാൻ വന്നത് എന്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ്. പക്ഷെ എങ്ങോട്ട്? എങ്ങോട്ടായാലെന്താ? നിനക്ക് തികച്ചും സുരക്ഷിതമായൊരിടത്ത് നിന്നെ കൊണ്ടുപോയി പാർപ്പിക്കും ഞാൻ. എന്റെ കുഞ്ഞിന് സമാധാനമായി ജന്മം എടുക്കാവുന്ന ഒരിടത്ത്. ആ കുഞ്ഞിന്റെ പേരിൽ എന്നെയോ നിന്നെയോ കുത്തി നോവിക്കാൻ ഒരാളും വരാത്തൊരിടത്ത്. തൽക്കാലം അത് എന്റെയോ നിന്റെയോ വീട്ടിലല്ലാന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താ അർജുനേട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായത്? എന്താ കാര്യം? കാര്യമുണ്ട്. ഞാനിനി നിന്നെ കാണുകയോ ഫോൺ ചെയ്ത് വിഷമിപ്പിക്കാനോ പാടില്ലെന്ന് കൽപ്പന. നിന്റെ അമ്മ സത്യഭാമയുടെ. ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ എന്റെ കുഞ്ഞിന്റെ അമ്മയോട് സംസാരിക്കരുതെന്ന് പറയാൻ അവരാരാ? ആരായാലും ആ അധികാരമൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാ മതി. അർജുനേട്ടാ ഒന്ന് പതുക്കെ. എന്ത് പതുക്കെ? ഞാൻ നിന്റെ ഭർത്താവാ. താലി കെട്ടിക്കഴിഞ്ഞാൽ എനിക്കുള്ള അധികാരം കഴിഞ്ഞേ. അർജുൻ, എനിക്കൊരു 2 മിനിറ്റ് നിന്നോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിനക്ക് സമയമുണ്ടാവോ കേൾക്കാൻ? ആ, അങ്കിൾ പറയണം. എനിക്ക് സമയക്കുറവൊന്നുമില്ല. പക്ഷെ ഇവളെ ഇവിടുന്ന് കൊണ്ടുവരുന്നു മാത്രം പറയരുത്. അത് ഞാൻ അനുസരിക്കില്ല.